بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. +1 തഫ്സീറിലെ 4-ാമത്തെ പാഠമായ സൂറത്തു തക്വീറിന്റെ വിശദീകരണമാണ്. സൂറത്തു തക്വീർ മക്കിയാണ്. ആയാത്തുഹ 29 29 ആയത്തുകളാണ്. മക്കിയായ സൂറത്തുകൾ നമുക്കറിയാം. മക്കിയായ സൂറത്തുകളിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട ഇബാദത്തുകളെക്കുറിച്ചോ നിയമങ്ങളെക്കുറിച്ചോ ഒന്നും കൂടുതൽ പരാമർശങ്ങൾ കാണൂല. വിശ്വാസപരമായ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അന്ത്യനാളിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അതുപോലെ തന്നെ പഴയ പ്രവാചകന്മാരിൽ ഒക്കെ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മക്കിയായ സൂറത്തുകളിൽ സാധാരണ ഉണ്ടാവുക. ഈ സൂറത്തും ആദ്യം പറയുന്നത് അന്ത്യനാളിനോടനുബന്ധിച്ചുണ്ടാകുന്ന കുറേ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശംസു കുവ്വിറത്ത്. അന്ത്യനാളിൽ ഉണ്ടാകുന്ന, അന്ത്യനാൾ സംഭവിക്കുന്നതോടുകൂടെ ഉണ്ടായിത്തീരുന്ന സംഭവമാണ്. സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ, ലുഫത്ത് എന്നാണ്. നക്ഷത്രങ്ങളൊക്കെ അതിൻ്റെ ആയുസെത്തുമ്പോൾ അത് നശിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യനെ ചുരുട്ടപ്പെട്ടാൽ, അതായത് വധുഹിബ ബിനൂരിഹ, അത് അതിൻ്റെ പ്രകാശത്തെ നീക്കം ചെയ്യപ്പെടുകയും ചെയ്താൽ, സൂര്യൻ ചുരുട്ടപ്പെടുകയും അതിൻ്റെ പ്രകാശം നീക്കപ്പെടുകയും ചെയ്താൽ, ഇത് സൂര്യനില്ലാതായി എന്നർത്ഥം. സൂര്യനില്ലാതായാൽ പിന്നെ എന്തില്ല? ഭൂമിയിൽ ജീവനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഏതായാലും ഇല്ല. അതിന് മുമ്പേ തന്നെ നശിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഏതായാലും അങ്ങനെ സംഭവിച്ചാൽ, വഇദൻ നുജൂമുൻ കദറത്ത്, അതുപോലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, തസാഖതത് അലൽ അർളി, ഭൂമിയിലേക്ക് ഉതിർന്നു വീണാൽ, നക്ഷത്രങ്ങളൊക്കെ ഭൂമിയിലേക്ക് വീണാൽ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ വീണ് കഴിഞ്ഞാൽ, അതായത് പ്രപഞ്ചത്തിന്റെ ഘടന മൊത്തം മാറി മറിയുകയാണ്, അല്ലേ? വഇദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ നീക്കപ്പെട്ടാൽ, ദുഹിബ ബിഹ, പർവ്വതങ്ങളെ നീക്കം ചെയ്യപ്പെട്ടു, അൻ വജിഹിൽ അർളി, ഭൂമിയുടെ മുകളിൽ നിന്ന്, ഫസാറത്ത് ഹബാഅം മുംബസ, അപ്പോൾ അത് വിതറപ്പെട്ട പൊടിപടലങ്ങൾ പോലെയായി തീർന്നു. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അന്ത്യനാളിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് കണ്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള പർവ്വതങ്ങളൊക്കെ പൊടിപടലങ്ങളായി പാറിപ്പറക്കുന്ന സമയമായിരിക്കും അന്ത്യനാളെന്ന്. വൈദൽ ഇഷാറു ഉത്വിലത്ത്. ഇഷാർ എന്ന് പറഞ്ഞാൽ അന്നൂഖുൽ ഹവാമിലു, ഗർഭിണികളായ ഒട്ടകങ്ങൾ. ഗർഭിണികളായ ഒട്ടകങ്ങളെ ഉത്വിലത്ത്, അവഗണിക്കപ്പെട്ടാൽ, തുരിക്കത്ത് ബിലാ റായിൻ, ഒരു ഇടയനൊന്നും ഇല്ലാതെ അതിനെ അവഗണിക്കപ്പെടുക. ഗർഭിണികളായ ഒട്ടകം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്താണ്, വലിയ അഭിമാനകരമായ സമ്പത്താണ് അറബികളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല അതിന് വില കൂടുതലാണെന്ന് മാത്രമല്ല, അത് ഗർഭിണി ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക പരിഗണനയും ശ്രദ്ധയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഈ സമയത്തെ, ഈ ദിവസത്തെ, ഇത് ആ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഓർഡറിലല്ല പറയുന്നത്. അതായത് ആദ്യം അത് സംഭവിച്ചു പിന്നെ ഇത് സംഭവിച്ചു അങ്ങനെയൊന്നുമല്ല. കുറേ കാര്യങ്ങൾ, അന്ത്യനാളിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളെ അള്ളാഹു ഇങ്ങനെ പറയാണ്. അപ്പം അന്ത്യനാളിൻ്റെ ആ അപകടകരമായ അവസ്ഥകളൊക്കെ കാണുമ്പം ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ഗർഭിണികളായ ഒട്ടകങ്ങളെ പോലും നോക്കാൻ നിൽക്കാതെ അവരവരുടേതായ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയോ മറ്റോ ഓടി രക്ഷപ്പെടുകയും ആ ഒരു വളരെ ഭീകരമായ കാഴ്ചകൾ കണ്ടവർ ബേജാറായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പം തുരിക്കത്ത് ബിലാ റാഅ് ഔ ബിലാ ഹലബിൻ, അല്ലെങ്കിൽ പാല് കറക്കാതെ അതിനെ ഉപേക്ഷിക്കപ്പെട്ടാൽ, ലിമാ ദഹാഹു മിനൽ അംറ്, കാര്യം അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തി, അവരെ വല്ലാതെ അവരുടെ മനസ്സ് വിഭ്രാന്തിയിലാക്കിയ ഒരു സാഹചര്യമായതുകൊണ്ട്, അവരെ ഭയപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അതിനെയൊക്കെ അവർ ഉപേക്ഷിച്ചു കൊണ്ടുപോയാൽ. വൈദൽ വഹൂഷു ഹുശിറത്ത്, മൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ. രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ജുമിഅത്ത് മിൻ ബഅദിൽ ബഅസി, പുനർജന്മത്തിന് ശേഷം മൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ലിയഖ്തസ്സ, അവർ ലിബഅദിൻ മിൻ ബഅദ്, ചില മൃഗങ്ങളും മറ്റു മൃഗങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ഭൂമിയിൽ അവർ പരസ്പരം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരമായി അവിടെ വെച്ച് പ്രതികാരം ചെയ്യും, അല്ലേ? ശക്തി കൂടിയ മൃഗം ശക്തി കുറഞ്ഞ മൃഗത്തെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവിക്കപ്പെട്ട മൃഗത്തിന് അള്ളാഹു തആല ശക്തി കൊടുക്കുകയും മറ്റേ മൃഗത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് പ്രതികാരം എന്ന രീതിയിൽ അത് ചെയ്തതുപോലെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. സുമ്മ തസ്വീറു തുറാബൻ, എന്നിട്ട് ഇവയൊക്കെ എന്തായിട്ട് മാറും? മണ്ണായിട്ട് മാറുകയും ചെയ്യും. ഈ പ്രതികാര നടപടി കഴിഞ്ഞാൽ പിന്നെ അവർ മണ്ണായി മാറും. അതിലപ്പുറം നമുക്കുള്ളതുപോലെ, മനുഷ്യർക്കുള്ളതുപോലെ വിചാരണയോ അല്ലെങ്കിൽ സ്വർഗ നരക ശിക്ഷാ രക്ഷകളൊന്നും മൃഗങ്ങൾക്കില്ല. അപ്പം ഈ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി അവയെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഇത് ഒരു തഫ്സീറാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം മൃഗങ്ങളും ഇതേപോലെ എന്ത് ചെയ്യും? ഭൂമിയിലാകപ്പാടെ എന്തൊക്കെയോ അപകടങ്ങൾ ഉണ്ടാവുന്നത് കണ്ട് ഭയപ്പെട്ട് പരിഭ്രാന്തരായിട്ട് ഒരുമിച്ച് കൂടും. അങ്ങനെയും ആവാം അർത്ഥം. അങ്ങനെയും അർത്ഥം മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഇദൽ ബിഹാറു സുജ്ജിറത്ത്, ഇവിടെ പറഞ്ഞർത്ഥം അതല്ല കേട്ടോ. ഇവിടെ പറഞ്ഞർത്ഥം എന്താണ്? പുനർജന്മത്തിന് ശേഷം ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. വൈദൽ ബിഹാറു സുജ്ജിറത്ത്, അതുപോലെ തന്നെ
കടലുകൾ കത്തിക്കപ്പെട്ടാൽ, ഊഖിദത്ത് എന്നാണ്, അത് കത്തിക്കപ്പെടും. ഫസ്വാറത്ത് നാറൻ, അങ്ങനെ അത് തീയായി മാറും, വെള്ളമൊന്നും ഉണ്ടാവില്ല, പിന്നെ തീയായിട്ട് മാറും. വഇദൻ നുഫൂസു സുവ്വിജത്ത്, ആത്മാവുകളെ ഇണക്കപ്പെട്ടാൽ, കുരിനത് കുല്ലു നഫ്സിൻ ബി അജ്സാദിഹ, ഓരോ നഫ്സും ഓരോ ആത്മാവും അതിന്റെ ശരീരത്തോട് ഇണക്കപ്പെട്ടാൽ. അപ്പൊ പുനർജന്മത്തിന് ശേഷം ഉണ്ടാകുന്ന സംഗതിയാണെന്ന് മനസ്സിലായല്ലോ. ആത്മാവ് ശരീരവുമായിട്ട് വേർപെട്ട് കിടക്കുകയായിരിക്കും, അതിനെ വീണ്ടും ശരീരത്തിലേക്ക് ഇണക്കപ്പെട്ടാൽ. വഇദൽ മൗഊദത്തു സുഇലത്, മൗഊദത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളാണ്. അൽ ജാരിയ, പെൺകുട്ടി. അല്ലത്തി തുദുഫനു ഹയ്യത്തൻ, ജീവനോടുകൂടെ മറവ് ചെയ്യപ്പെടുന്ന, ജീവനോടുകൂടെ കുഴിച്ചു മൂടപ്പെടുന്ന. ഒരു കാലത്ത് മക്കയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. ചില ഗോത്രങ്ങളിൽ അവർക്ക് പെൺകുട്ടികൾ ജനിക്കുന്നത് ഒരു മോശമായിട്ട് അവർ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? രക്ഷിതാക്കൾ മാനക്കേട് ഭയന്നിട്ട് ആ കുട്ടീനെ ജീവനോട് കൊണ്ടുപോയിട്ട് കുഴിച്ചിടും. അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട മൂടപ്പെട്ട പെൺകുട്ടികളാണ് മൗഊദത്ത് എന്ന് പറയാം. അവരോട് സുഇലത്ത്, ചോദ്യം ചെയ്യപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ, ബി അയ്യി ദംബിൻ ഖുതിലത്ത്, എന്ത് തെറ്റിന്റെ പേരിലാണ് ആ കുഞ്ഞ് കൊല്ലപ്പെട്ടത് എന്ന് ആ കുട്ടിയോട് ചോദിക്കപ്പെട്ടാൽ. മക്കയിൽ നിന്ന് നിലനിന്നിരുന്ന ഒരു അനാചാരമായതുകൊണ്ട് തന്നെ ഖുർആൻ അതിനെ ശക്തമായി വിമർശിച്ചിട്ടു അവരോട് പറയാണ്, ആ കുഞ്ഞ് ഓരോ കുട്ടിയും, കൊല്ലപ്പെടുന്ന ഓരോ കുട്ടിയും എന്ത് കാരണത്താലാണ് കൊല്ലപ്പെട്ടതെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കപ്പെടുമെന്നും വജവാബുഹാ ഖുതിലത് ബിലാ ദംബ്, ഒരു കാരണവും ഇല്ലാതെ, ഒരു തെറ്റും ചെയ്യാതെയാണ് കൊല്ലപ്പെട്ടതെന്ന് ആ കുഞ്ഞുങ്ങൾ മറുപടി പറയുമെന്നും, അപ്പോൾ അതിന് കാരണക്കാരായ ആളുകളെ അള്ളാഹു തആല ശിക്ഷിക്കും എന്നുള്ളതൊക്കെ ആ രീതിയിലാണ്. അപ്പം ഈ കുട്ടിയോട് ചോദിക്കപ്പെട്ടാൽ ബി അയ്യി ദംബിൻ ഖുതിലത്, എന്ത് കാരണത്താലാണ് കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കപ്പെട്ടാൽ, തബ്കീതൻ ലിഖാതിലിഹ, ആ കുഞ്ഞിനെ കൊന്ന ആളോട് ഉത്തരം മുട്ടിക്കുന്നതിന് വേണ്ടി, അയാളുടെ വായടപ്പിക്കുന്നു, അയാൾ ഉത്തരം മുട്ടിച്ച് അയാളെ നിസ്സാരനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചോദിക്കുന്നത്. അല്ലാതെ പിന്നെ ആ കുഞ്ഞു കൊല്ലപ്പെട്ടത് ഒരു കാരണവും ഇല്ലാതെയാണ് എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല. ആ കൊലപാതകം ചെയ്ത ആളെ ഉത്തരം മുട്ടിച്ച് നിന്ദ്യനാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കുഞ്ഞിനോട് ചോദിക്കപ്പെടുകയും ചെയ്താൽ. ഇതൊക്കെ അന്ത്യനാളിൽ സംഭവിക്കുന്ന, വ്യത്യസ്ത സമയങ്ങളിൽ സംഭവിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളാണ്. വഇദ സുഹുഫു നുശിറത്, സുഹുഫുകളൊക്കെ നിരത്തപ്പെട്ടാൽ, ബുസിത്തത് സുഹുഫുൽ അഅ്മാൽ, മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഏടുകൾ അത് പരത്തപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് നിവർത്തപ്പെട്ടാൽ. വഇദ സ്സമാഉ കുശിതത്, ആകാശത്തെ ഉന്മൂലനം ചെയ്യപ്പെട്ടാൽ, ആകാശത്തെ നീക്കം, നുസിഅത് അൻ അമാകിനിഹ, ആകാശത്തെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടാൽ. അല്ലെ, ആകാശം യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്, ഭൂമി അല്ലാതായി മാറ്റിമറിക്കപ്പെടുകയും ആകാശങ്ങൾ ആകാശമല്ലാത്ത മറ്റൊരു ലോകമായി മാറ്റിമറിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമാണ് അന്ത്യനാളെന്ന് വേറെ സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പൊ ആകാശങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടാൽ പിന്നെ ഉള്ളത് എന്താണ്? പിന്നെ ഉള്ളത് വഇദൽ ജഹീമു സുഇറത്, നരകം കത്തിക്കപ്പെട്ടാൽ, ആളി കത്തിക്കപ്പെട്ടാൽ. സുഇറ എന്ന് പറഞ്ഞാൽ ആളി, ഊഖിദത് ലിൽ കുഫാർ, അവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നരകത്തെ ആളി കത്തിക്കപ്പെട്ടാൽ. വഇദൽ ജന്നതു ഉസ്ലിഫത്, സ്വർഗം അടുപ്പിക്കപ്പെട്ടാൽ. ആർക്ക്? ഖുരിബത് ലി അഹ്ലിഹ, സ്വർഗത്തിന്റെ അവകാശികൾക്ക് വേണ്ടി സ്വർഗത്തെ അടുപ്പിക്കപ്പെട്ടാൽ. ലിയദ്ഖുലൂഹ, അതിലവർ പ്രവേശിക്കാൻ വേണ്ടി. ജവാബ് ഇതാ. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ, അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല പറഞ്ഞു. ശംസ്, സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, പർവ്വതങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടാൽ, അതുപോലെ തന്നെ ഗർഭിണികളായ ഒട്ടകങ്ങളെ പോലും അവഗണിക്കപ്പെട്ടാൽ, അതുപോലെ മൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, കടലുകൾ കത്തിക്കപ്പെടുകയും ആത്മാവുകളെ ശരീരവുമായി ഇണക്കപ്പെടുകയും, കൊല ചെയ്യപ്പെട്ട, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് എന്തിനു വേണ്ടി അവരെ കൊല്ലപ്പെട്ടു എന്ന് ചോദ്യം ചെയ്യപ്പെടുകയും, അതുപോലെ തന്നെ സുഹഫുകൾ, ഏടുകളൊക്കെ നിവർത്തപ്പെടുകയും, ആകാശത്തെ നീക്കം ചെയ്യപ്പെടുകയും, നരകം കത്തിക്കപ്പെടുകയും ഒക്കെ ചെയ്താൽ, സ്വർഗം അടുപ്പിക്കപ്പെടുകയും ചെയ്താൽ, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇതൊക്കെ സംഭവിച്ചാൽ എന്താണ്? ഇതൊക്കെ സംഭവിച്ചാൽ എന്ന് പറയുമ്പോൾ പിന്നെ അതിനൊരു ജവാബ് വേണം, അല്ലെ? ഇതാ എന്നതുകൊണ്ട് സാധനം പറഞ്ഞാൽ അതിനൊരു ജവാബ് വേണം. ജവാബ് ഇതയുടെ ജവാബ് അലിമത് നഫ്സുൻ, നഫ്സ് അറിയും, ശരീരം അറിയും. കുല്ലു നഫ്സിൻ എന്നർത്ഥം, ഓരോ ശരീരവും അറിയും. മാ അഹ്ളറത്, അത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അത് ചെയ്തത്, മിൻ ഖൈരിൻ വശർ, നന്മയും തിന്മയുമായി അത് എന്തൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ആ സമയത്ത് ഓരോ നഫ്സും അറിയുന്നതാണ്. അന്ത്യനാളിന്റെ ഭീകരതയെ വ്യക്തമാക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഓരോ ശരീരവും അവരെന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്ന ദിവസമാണത് എന്നതാണ്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ്. ലാ സായിദയാണ്, ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു.
ബിൽ ഖുന്നസ്, ഖുന്നസിനെ കൊണ്ട്, അൽ ജവാർ, അൽ കുന്നസ്, ഇത് 3 തരം നക്ഷത്രങ്ങളുടെ പേരുകളാണ്. അൽ ഖുന്നസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പിന്നിലേക്ക് മറയുന്ന എന്നാണ്, അല്ലെങ്കിൽ അന്നുജൂമുല്ലത്തി തഖ്തഫി ബിൻ നഹാരി വതദ്ഹറു ബിൽ ലൈലി, പകലിൽ മറഞ്ഞിരിക്കുകയും രാത്രി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന നക്ഷത്രങ്ങൾ. കുറച്ച് കഴിഞ്ഞാൽ തഫ്സീറിന്റെ അകത്ത് പറയുന്നുണ്ട് ഉദയ നക്ഷത്രം, അല്ലെങ്കിൽ അതായത് ഉദയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ രാവിലെ വരുന്ന നക്ഷത്രം എന്നല്ല, നക്ഷത്രം ഉദിക്കുന്ന, നക്ഷത്രം എപ്പോഴാണ് ഉദിക്കുക? രാത്രി സമയങ്ങളിലാണല്ലോ. പകൽ സമയങ്ങളിൽ അത് മറിഞ്ഞ് പിന്നെ ഉദിക്കാസ്തമിക്കാന്നൊക്കെ പറയുന്നത് നമ്മളൊരു തോന്നലാണ്. നക്ഷത്രത്തെ നമുക്ക് കാണാൻ കഴിയുന്ന എപ്പോഴാണ്? രാത്രിയിലാണ്. അപ്പൊ രാത്രിയിൽ നക്ഷത്രം പിന്നെ പ്രകടമായി വരുന്ന ആ സമയത്താണ് എന്തെന്ന് പറയാം, നക്ഷത്രം ഉദിച്ചു വരുന്ന സമയത്തെയാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ ഖുന്നസ് എന്ന് പറയുന്നത്, അല്ല ഖുന്നസ് എന്ന് പറയുന്നത്. അൽ ജവാരി അസയ്യാറത്തു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ഉദിച്ചു വരുന്ന നക്ഷത്രത്തെ തന്നെ സത്യം. അൽ ജവാരി, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയും സത്യം. അൽ കുന്നസ്, അസ്തമിക്കുന്ന നക്ഷത്രത്തെയും സത്യം. അല്ലത്തി തഗീബു ഹീന ഗുറൂബിഹ അനിൽ ബസ്വർ, അപ്പം അതിന്റെ അസ്തമയ സമയത്ത് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ, കാഴ്ചയിൽ നിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. ഇങ്ങനെ അപ്പോൾ ഉദിക്കുന്ന നക്ഷത്രത്തെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രത്തെയും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തെയും സത്യം. അപ്പോൾ പറഞ്ഞതിനൊന്നും കൂടി വിശദീകരിക്കുകയാണ്. യുഖാലുൽ നുജൂമി, നക്ഷത്രങ്ങൾക്ക് പേര് പറയപ്പെടും. ഹീന തുലൂഇഹ, അത് ഉദിക്കുന്ന സമയത്ത് അതിന്റെ പേര് ഹുന്നസ് എന്നായിരിക്കും. അതായത് ഉദിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് ഹുന്നസ് എന്നാണ് പറയാ. സുമഹിയ ജവാരിൻ ഫി ഫലക്കിഹ, പിന്നീട് അവയുടെ ഗോളങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി ജവാരിൻ എന്ന് പറയാം. വയുഖാലുലഹ ഹീന ഗുയൂബത്തിഹ, അതിങ്ങനെ മറയാനാകുന്ന സമയത്ത്, അസ്തമിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി എന്തെന്ന് പറയാം? ഹീന ഗൈബൂബത്തിഹ, അല്ലെ, അത് അസ്തമിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി എന്ത് പറയാം? കുന്നസ് എന്ന് പറയാം. അപ്പം ഇങ്ങനെയാണ് ആ നക്ഷത്രങ്ങളുടെ പേരുകൾ. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. ഇങ്ങനെ എല്ലാ തരം നക്ഷത്രങ്ങളെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. വല്ലൈലി, രാത്രിയെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. ഇതാ അസ, അത് അസ എന്ന് പറഞ്ഞാൽ ശരിക്കും അക്ബല ബി ളലാമിഹി എന്നാണ് അർത്ഥം. അതായത് അതിന്റെ ഇരുട്ടുകൊണ്ട് മൂടി അത് മുന്നോട്ട് വന്നാൽ. എന്നാൽ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ അതിന് തഫ്സീർ പറഞ്ഞിരിക്കുന്നത് അദ്ബറ വദഹബ എന്നാണ്. അത് പിന്നിട്ട് പോയാൽ എന്നർത്ഥം. അപ്പം ഒന്നുകിൽ മുന്നിട്ട് വരുന്ന രാത്രിയെ തന്നെ സത്യം, അല്ലെങ്കിൽ പിന്നിട്ട് പോകുന്ന രാത്രിയെ തന്നെ സത്യം. രണ്ടർത്ഥവും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. വസ്സുബ്ഹി ഇദാ തനഫസ, പ്രഭാതത്തെയും സത്യം. ഇദാ തനഫസ അളാ, അതിങ്ങനെ അത് പുലർന്നു വന്നാൽ, അത് പുലർന്നു വരുന്ന, ആ പുലർന്നു വരുന്ന പ്രഭാതത്തെയും സത്യം. പ്രകാശിച്ചു തുടങ്ങുന്ന പുലർന്നു വരുന്ന, അതുകൊണ്ടാണ് ഇവിടെ അദ്ബറ എന്ന് ശേഷം പറയുന്നത് സുബ്ഹ ആയതുകൊണ്ട് അതിനോടൊരു മാച്ച് ആവുന്നത് എന്താണ്? അദ്ബറ എന്നുള്ളതാണ്, അല്ലെ. അങ്ങനെയാണ് അതുകൊണ്ട് അസ എന്ന വാക്ക് രണ്ടർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒന്നുകിൽ അതിന്റെ അർത്ഥം അസ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അർത്ഥം അഖ്ബല ബിളലാമിഹി എന്നാണ്, അല്ലെങ്കിൽ അദ്ബറ വദഹബ എന്നാണ്. രണ്ടായാലും കുഴപ്പമില്ല. രാത്രിയെ തന്നെ സത്യം. വസ്സുബ്ഹി ഇദാ തനഫസ അളാ, പുലർന്നു വരുന്ന, പ്രകാശിച്ചു തുടങ്ങുന്ന പ്രഭാതത്തെയും സത്യം. എന്താ ഈ സത്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അള്ളാഹു പറയുന്നത്? നേരത്തെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു താല പ്രധാനപ്പെട്ട ഒരു ജവാബ് പറഞ്ഞു, അലിമത് നഫ്സുൻ മാ അഹ്ളറത്ത് എന്ന് പറഞ്ഞു, അല്ലെ. ഇവിടെ 4-5 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തതിന് ശേഷം അള്ളാഹു പറയുന്നു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇന്നഹു, തീർച്ചയായും ഇത്, ഏത്? ഐ അൽ ഖുർആൻ, ഈ ഖുർആൻ, ലഖൗലു റസൂലിൻ കരീം, കരീമായ ഒരു റസൂലിന്റെ വാക്കാകുന്നു. റസൂൽ എന്ന് പറഞ്ഞ ദൂതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി അല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാമിനെയാണ്. കരീമിൻ, മാന്യനായ, അലല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് വളരെ മാന്യനായ ഒരു ദൂതന്റെ വാക്കുകളാകുന്നു. അപ്പോ വഹു ജിബ്രീൽ അലൈഹിസ്സലാം, അത് ജിബ്രീൽ അലൈഹി സ്വലാമാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ വാക്കുകളാണോ ശരിക്കും ഖുർആൻ എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ വാക്കുകളല്ലേ. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാമിലേക്ക് ചേർത്ത് പറയാൻ കാരണം എന്താ? ഉളൈഫ ഇലൈഹി ലിനുസൂലിഹി ബിഹി, അദ്ദേഹമാണ് അത് കൊണ്ടുവന്നിട്ട് അതുമായിട്ട് ഇറങ്ങി വരുന്നത്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നത് അദ്ദേഹമായതുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് അത് ചേർത്ത് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ആകുന്ന അള്ളാഹുവിന്റെ അടുക്കൽ മാന്യനായ ഒരു ദൂതന്റെ വാക്കുകളാകുന്നു. ദീ ഖുവ്വത്തിൻ, ശക്തനായ, ശദീദിൽ ഖുവാ, നല്ല ശക്തിയുള്ളവനായ ഒരു ദൂതൻ. ഇൻദ ദിൽ അർശി, അർശിന്റെ ഉടമയുടെ അടുക്കൽ. ദിൽ അർശ് എന്ന് പറഞ്ഞാൽ എന്താ? അർശിന്റെ ഉടമയുടെ, അർശിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല. അപ്പൊ ഇൻദല്ലാഹി തആല എന്ന് പറയുന്നതിന് തുല്യാണ്. അള്ളാഹുവിന്റെ അടുക്കൽ മക്കീനിൻ, വലിയ സ്ഥാനമുള്ളവനുമായ, ദീ മക്കാനത്തിൻ എന്നാണ്. മക്കീൻ എന്ന് പറഞ്ഞാൽ ദീ മക്കാനത്തിൻ, സ്ഥാനമുള്ളവനുമായ.
അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവനുമായ. അപ്പൊ ഇവിടെ ഇന്ദ എന്നത് ഹാലുമിൻ മക്കീൻ, മക്കീൻ എന്നതിന്റെ ഒരു ഹാലായിട്ട് പറഞ്ഞതാണ് ഇന്ദദിൽ അർഷി. മക്കീനിൻ ഉന്നത സ്ഥാനീയനായ, എവിടെ? ഇന്ദദിൽ അർഷി, അള്ളാഹുവിന്റെ അടുക്കലായ സ്ഥിതിയിൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനുമായ. മുത്താഇൻ വഴി എന്താണ് മുത്താ എന്ന് പറഞ്ഞാല് അനുസരിക്കപ്പെടുന്നവനുമായ, അനുസരിക്കപ്പെടുന്നവൻ. എങ്ങനെ? സമ്മ, അവിടെ. സമ്മ എന്ന് പറഞ്ഞാല് അവിടെ എന്നർത്ഥം. എവിടെ? ആകാശലോകത്ത്. ഐ തുതീഉഹു, അദ്ദേഹത്തെ അനുസരിക്കും, അൽ മലായികത്തു, മലക്കുകളൊക്കെ, ഫിസ്സമാവാത്ത്, ആകാശലോകങ്ങളിൽ മലക്കുകളൊക്കെ അദ്ദേഹത്തെ അനുസരിക്കും. അങ്ങനെ അവിടെ അനുസരിക്കപ്പെടുന്നവനുമായ, ശക്തനും ആദരണീയനും മാന്യനും ശക്തനും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനും ആകാശലോകങ്ങളിൽ അനുസരിക്കപ്പെടുന്നവനുമായ, അമീനിൻ വിശ്വസ്തനുമായ, അലൽ വഹ്യി, വഹീന്റെ കാര്യത്തിൽ, പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ വളരെ വിശ്വാസപൂർവ്വം തന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്ന വിശ്വസ്തനുമായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാക്കുകളാകുന്നു ഇത്. വമാ സാഹിബുക്കും, ഇതാണ് അള്ളാഹു താലാക്ക് സത്യം ചെയ്തതിന് ശേഷം അള്ളാഹു താല പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നു, വമാ സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ അല്ല. മക്കക്കാരോടാണ് സംസാരം, അല്ലെ? മക്കക്കാരുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ജീവിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൂട്ടുകാരൻ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല, ബിമജ്നൂനിൻ, ഭ്രാന്തനൊന്നുമല്ല, കമാ സഅംതും, നിങ്ങൾ വാദിക്കുന്നത് പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ദഅവത്തുമായിട്ട് ഇറങ്ങിയ സമയത്ത് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഖുർആൻ ഓതി കൊടുക്കുമ്പം പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അവര് ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സിഹിർ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഷായിറാണ്, കവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവക്കൂട്ടത്തിൽ അവർ പറഞ്ഞിരുന്നതാണ് അവന് ഭ്രാന്താണ്, അവന് മാനസിക രോഗമാണ്. ഇന്നത്തെ കാലത്തും യുക്തിവാദികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിവരമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വഹിയൊക്കെ ഒരുതരം മാനസിക വിഭ്രാന്തിയായിരുന്നു എന്ന് പ്രചരിപ്പിക്കാറുണ്ട്. അപ്പൊ അത് അന്നേ അവർ പറഞ്ഞിരുന്ന ആരോപണമാണ്. അള്ളാഹു താല കൃത്യമായിട്ട് അന്ന് തന്നെ മറുപടിയും കൊടുത്തു, അദ്ദേഹം ഭ്രാന്തനൊന്നുമല്ല. അദ്ദേഹം എന്ന് പറയാൻ പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭ്രാന്തനൊന്നുമല്ല. വലഖദ് റആഹു, തീർച്ചയായും അവിടുന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. റആ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല, മുഹമ്മദ് നബി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. അലാ സൂറത്തിഹി അല്ലതി ഖുലിഖ അലൈഹ, ജിബ്രീൽ അലൈഹിസ്സലാം ഏത് രൂപത്തിലാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ രൂപത്തിൽ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. വഹിയുമായിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ വരുന്ന സാധാരണ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നത് ഒന്നുകിൽ മനുഷ്യരൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലായിരിക്കും. ചില സമയത്ത് രൂപം കാണുകയേ ഇല്ല. അങ്ങനെയൊക്കെ വഹി ലഭിച്ചിട്ടുണ്ട്. പല രൂപങ്ങളിലാണ് വഹി ലഭിക്കുന്നത്. അതേസമയം ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ കാണുക എന്ന് പറയുന്നത് വലിയ ഒരു ഭീകരമായ അവസ്ഥയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് വളരെ ഭീമാകാരമായ രൂപമാണ്. അത് എപ്പോഴും നബി തങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കാണിച്ചു കൊടുക്കുന്ന രൂപം അല്ല. എന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ നബി തങ്ങൾ കണ്ടിട്ടുണ്ട്. അള്ളാഹു താല തീർച്ചപ്പെടുത്തി പറയാൻ, നബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖിൽ മുബീൻ, സ്പഷ്ടമായ ചക്രവാളത്തിൽ, വ്യക്തമായ മണ്ഡലത്തിൽ, തെളിഞ്ഞ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ അൽ ബയ്യൻ, മുബീൻ എന്ന് പറഞ്ഞാൽ ബയ്യൻ, വ്യക്തമായ. അതായത് വഹുവൽ അഅ്ല, ഏറ്റവും ഉയർന്ന ഭാഗമാണ്, ബിനാഹിയത്തിൽ മശ്രിഖി, കിഴക്കുഭാഗത്ത്, കിഴക്കൻ ചക്രവാളത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തെളിഞ്ഞ മണ്ഡലത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ശരിയായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് നബി എന്തെങ്കിലും മാനസിക രോഗം പറഞ്ഞ് ബാധിച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ വിട്ടിത്തം വിളിച്ച് പറയുന്നതൊന്നും അല്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്ന് അള്ളാഹു തആല കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. വമാ ഹുവ, അവിടുന്ന് അല്ല, ഐ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല, അലൽ ഗൈബ്, ഗൈബായ കാര്യങ്ങളുടെ മേൽ, ബിളനീനിൻ, പിശുക്കനല്ല. ഗൈബായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? മാ ഗാബ, അദൃശ്യമായ കാര്യങ്ങൾ, മിനൽ വഹി വ ഖബരി സമ, ആകാശലോകത്ത് നിന്ന് ലഭിക്കുന്ന വാർത്തകൾ, അതുപോലെ തന്നെ വഹി ഇല്ലേ, ഇങ്ങനെയുള്ള വഹി, ആകാശലോകത്ത് നിന്ന് അദൃശ്യമായി ലഭിക്കുന്ന വഹിയിന്റെ വിഷയത്തിൽ അവിടുന്ന് ബിളനീനിൻ, പിശുക്കനല്ല, ബിബഖീലിൻ, പിശുക്കനല്ല. ഫയൻഖുസു ശൈഅൻ മിൻഹു, അപ്പൊ എന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കുറക്കാൻ ഓതിത്തരുന്ന കാര്യങ്ങളിൽ നിന്ന് ചിലതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ ഭാഗത്ത് മറച്ചു വെച്ചിട്ട് അത് കുറച്ചു മാത്രം പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, കുറെ കിട്ടി അതിൽ നിന്ന് കുറച്ചു മാത്രം പറഞ്ഞു കൊടുത്ത് ബാക്കി പിശുക്കി, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പിശുക്കനല്ല. വമാ ഹുവ ബിഖൗലി ശൈത്താനിൻ, വമാ ഹുവ, അത് അല്ല, ഏത്? അയൽ ഖുർആൻ, ഈ ഖുർആൻ, ബിഖൗലി ശൈത്താനിൻ, പിശാചിന്റെ വാക്കുകളുമല്ല.
മുസ്തരിഖി സംഇ, കട്ട് കേൾക്കുന്നവനായ പിശാചിന്റെ വാക്കുകളും അല്ല. ആകാശലോകത്ത് മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നതും മലക്കുകൾ ആശയവിനിമയം നടത്തുന്നതും പിശാചുക്കൾ കട്ട് കേൾക്കുമെന്ന് പല സ്ഥലങ്ങളിലും ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കട്ട് കേൾക്കുന്ന പിശാചിന്റെ വാക്കുകളാണോ ഇവിടെ വന്നിട്ട് ഓതിത്തരുന്നത്? അതുമല്ല. റജീമിൻ മർജൂമിൻ, മർജൂമായ ആട്ടിയോടിക്കപ്പെട്ടവനായ ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ വാക്കുകളൊന്നുമല്ല ഈ ഖുർആൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് കൃത്യമായിട്ട് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അമീനായ, ദിൽ അർശിന്റെ അടുത്ത് മക്കീനായ, മുതാഅയ, ദീ ഖുവ്വത്തായ, അങ്ങനെയുള്ള കരീമായ ഒരു ദൂതൻ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുക്കുന്ന വാക്കുകളാണ്. ആ നബിയാണെങ്കിലോ എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ബാധിച്ചിട്ട് പറയുന്ന വർത്താനമൊന്നുമല്ല. നബി കൃത്യമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാമിനെ യഥാർത്ഥ രൂപത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹു തആല കൃത്യമായിട്ട്, യാതൊരു സംശയങ്ങൾക്കും ഇടമില്ലാത്ത വിധം കൃത്യമായിട്ട് പറയുക. ഫഅയ്ന തദ്ഹബൂൻ, എന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? ഫഅയ്യു ത്വരീഖിൻ തസ്ലുകൂന, നിങ്ങൾ ഏത് വഴിയിലാണ് പ്രവേശിക്കുന്നത്? ഫീ ഇൻകാരിക്കുമുൽ ഖുർആൻ, ഖുർആനിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് ആലമീനിന്, ലോകർക്ക്, അതായത് ലിൽ ഇൻസി വൽ ജിന്നി, ജിന്നിനും ഇൻസിനും ഇതൊരു ഉപദേശം മാത്രമാകുന്നു. ഈ ഖുർആൻ തീർച്ചയായും ഇത് ലോകർക്ക് ഉപദേശമാകുന്നു. ലിമൻ ശാഅ മിൻകും, ലോകർക്ക് ഉപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചവർക്ക്, അയ്യസ്തഖീമ, നേരെയാവാൻ ഉദ്ദേശിച്ചവർക്ക്, നിങ്ങളിൽ നിന്ന് നേരെയാവാൻ ഉദ്ദേശിച്ചവർക്ക്. അപ്പൊ ലോകർക്ക് ഉപദേശമാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബദലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലിമൻ ശാഅ മിൻകും, അതന്നെ നിങ്ങളിൽ നിന്ന് നന്നാവാൻ ഉദ്ദേശിച്ചവർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞതിന്റെ ഒരു ബദലാണ് അല്ലെ. അപ്പം പിന്നെ ആദ്യം ഒരു ഫുള്ള് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു ബാള് പറഞ്ഞു. അപ്പൊ ബദലു ബാളി മിൻ കുല്ലി എന്നൊക്കെ പറയാം. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ശരി, അപ്പൊ എന്താണ്? നിങ്ങളിൽ നിന്ന് നന്നാവാൻ ഉദ്ദേശിച്ചവർക്കുള്ള ഒരു ഉപദേശമാകുന്നു ഇത്. ബിത്തിബാഇൽ ഹഖി, ഹഖിനെ പിൻപറ്റിക്കൊണ്ട് നന്നാവണമെന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഉപദേശം മാത്രമാകുന്നു ഇത്. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല, അൽ ഇസ്തിഖാമത അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ നേരെ ചൊവ്വായ സത്യത്തിന്റെ മാർഗത്തിൽ നേരെ നടക്കാൻ, നന്നാവാൻ നിങ്ങൾ ഉദ്ദേശിക്കൂല. ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ഇസ്തിഖാമത്തക്കും അലൈഹി, നിങ്ങൾ അതിന്റെ മേലെ നേരെ നടക്കണമെന്ന്, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ ചൊവ്വായി നടക്കണമെന്ന് റബ്ബുൽ ആലമീനായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശിക്കാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കും, നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള സതുപദേശമാകുന്നു ഇത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ദുഃഖിറ ഫി ഹാദിഹി സൂറ, ഈ സൂറത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ സൂറത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് വല്ലത്തി ബഅദഹ, ഇതിന് ശേഷമുള്ള സൂറത്തിലും പറയുന്നത് ഖറാബുൽ ആലമി, ലോകത്തിന്റെ തകർച്ചയെ കുറിച്ചാണ്. വഫനാഉദ് ദുനിയ, ദുനിയാവിന്റെ നാശത്തെ കുറിച്ചുമാണ് ഈ രണ്ട് സൂറത്തുകളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെയൊക്കെ തഫ്സീറുകൾ അറബിയിൽ നമ്മൾ തദ്രീബാത്തിൽ ഒന്നാമത്തെ ചോദ്യം ഫസ്സിർ എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്നതിനെ അതിൻ്റെ വിശദീകരണം എഴുതുക, അറബിയിൽ എഴുതുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഉക്തുബിൽ മാനബിൽ അറബിയ എന്ന് പറഞ്ഞാലും തന്നിരിക്കുന്ന വാക്കുകളുടെ അറബിയിലുള്ള അർത്ഥം എഴുതാനാണ്. ഇപ്പൊ കുവ്വിറത്ത് എന്ന് പറഞ്ഞാൽ ലുഫത്ത്, ഇങ്കദറത്ത് എന്ന് പറഞ്ഞാൽ തസാഖത്തത്ത്, സുജ്ജിറത്ത് എന്ന് പറഞ്ഞാൽ ഊഖിദത്ത്, കുഷിത്തത്ത് എന്ന് പറഞ്ഞാൽ നുസിഅത്ത് അന്ന മാക്കിനിഹ, അതേപോലെ സുഇറത്ത് എന്ന് പറഞ്ഞാൽ മൂഖിദത്ത്, അസ്അസ എന്ന് പറഞ്ഞാൽ അഖ്ബല ബിളലാമിഹി എന്നാണ്, അല്ലെങ്കിൽ പിന്നെ അദ്ബറ എന്നാണ്, രണ്ടായാലും കുഴപ്പമില്ല. ലനീൻ എന്ന് പറഞ്ഞാൽ ബഖീൽ എന്നാണ്. ഇതൊക്കെ എന്താണ്? അറബിയിലെ അർത്ഥങ്ങൾ, തഫ്സീർ തന്നെയാണ്. അതേപോലെ തന്നെ നുജൂമു തഖ്തഫി ബിൻ നഹാരി വ തദ്ഹറു ബിൽ ലൈലി, പകലിൽ മറഞ്ഞിരുന്ന് രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന, ഉദിച്ചു വരുന്ന നക്ഷത്രത്തിന്റെ പേരെന്താണ്? ഖുന്നസ് എന്നാണ് അല്ലെ. അതേപോലെ തഗീബു ഹൈന ഖുറൂബിഹ അനിൽ ബസ്വരി, അസ്തമിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് മറയുന്ന നക്ഷത്രങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? കുന്നസ് എന്നാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ് ജവാരി എന്ന് പറയാം അല്ലെ, സയ്യാറത്ത് എന്ന് പറയാം. പിന്നെ നൂഖുൽ ഹവാമിലോ, നല്ല ഗർഭം തികഞ്ഞ ഒട്ടകങ്ങൾ, അതിന് പറയുന്ന പേരെന്തായിരുന്നു? അൽ ഇഷാർ എന്നാണ്. സദഖുല്ലാഹുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.